മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരുപാട് വില്ലന്മാരുമായിട്ട് ടോണി സ്റ്റാർക്ക് അഥവാ അയൺ മാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. MCUവില് അയൺ മാൻ ഫൈറ്റ് ചെയ്ത 3 സ്ട്രോങ്ങസ്റ്റ് വില്ലന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്പർ 3 എബണി മൗ. താനോസിന്റെ ചിൽഡ്രൻസിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ഓർഡറിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഒരു ക്യാരക്ടറാണ് എബണി മൗ. ടെലികൈനറ്റിക് പവേഴ്സ് ആണ് എബണി മൗവിന് ഉള്ളത്. ടെലികൈനറ്റിക് പവേഴ്സ് ഉള്ള വില്ലന്മാർ എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്കറിയാം. ഈവൻ ഡോക്ടർ സ്ട്രേഞ്ച് പോലും എബണി മൗവിനോട് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ അയൺമാനും സ്പൈഡർമാനും ഡോക്ടർ സ്ട്രേഞ്ചും ടീമപ്പ് ചെയ്താണ് എബണി മൗവിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. നമ്പർ 2 അൾട്രോൺ. MCUവിലെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വില്ലന്മാരിൽ ഒരാളാണ് അൾട്രോൺ. വൈബ്രേനിയം എന്ന മെറ്റൽ കൊണ്ടാണ് അൾട്രോണിന്റെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത്. അയൺമാനും തോറും വിഷനും ടീമപ്പ് ചെയ്താണ് അൾട്രോണെ ഡിഫീറ്റ് ചെയ്യുന്നത്. അൾട്രോൺ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയതുകൊണ്ട് തന്നെ അൾട്രോണെ ഇല്ലാതാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് അൾട്രോണെ എത്ര തവണ ഡിഫീറ്റ് ചെയ്താലും പുതിയൊരു ബോഡിയുമായിട്ട് അൾട്രോണ് തിരിച്ചു വരാം. നമ്പർ 1 താനോസ്. ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ ഫൈറ്റ് ചെയ്ത വില്ലന്മാരിൽ അയൺമാൻ തോറ്റുപോയത് താനോസിനോട് മാത്രമാണ്. ഒരു പക്ഷേ താനോസുമായിട്ടുള്ള ഫൈറ്റിൽ ടോണി സ്റ്റാർക്ക് മരിക്കേണ്ടതാണ്. അത് മാത്രമല്ല, താനോസ് നിഷ്പ്രയാസം വിഷന്റെ വൈബ്രേനിയം ബോഡി ബ്രേക്ക് ചെയ്ത് മൈൻഡ് സ്റ്റോൺ കൈക്കലാക്കിയതാണ്. താനോസ് എത്രമാത്രം ശക്തനാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം.